Assalamu alaikum. How are you, dears? Are you fine there? Let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. In the last class we discussed about the formation of soil and the components of soil. അല്ലേ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കി. എല്ലാവരും ചെയ്ത് നോക്കിയോ അത്? അപ്പം മിസ്സ് കരുതുന്നു എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന്. നിങ്ങളുടെ സമ്മറി ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം മിസ്സിന് കേട്ടോ. ഓക്കെ, ടുഡേ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ ടൈപ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. ടുഡേ വി ക്യാൻ സ്റ്റഡി ടൈപ്സ് ഓഫ് സോയിൽ. എന്താണ്? നമ്മൾ സോയിലിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. നമുക്കിന്ന് ഏതൊക്കെ ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. ഇൻ സം പ്ലേസസ് സോയിൽ കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്? പെബിൾസ്, ദെൻ സാൻഡ്, ക്ലേ, വാട്ടർ, ഹ്യൂമസ്, എയർ, എക്സെട്ര. അല്ലേ? ദീസ് കമ്പോണൻസ് ആർ ഫൗണ്ട് ഇൻ സോയിൽ. ദെൻ ടൈപ്സ് ഓഫ് സോയിൽ. ഫസ്റ്റ് വൺ ഈസ് സാൻഡി സോയിൽ. എന്താണ്? ഫസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് സാൻഡി സോയിൽ. മണൽ മണ്ണ് എന്ന് പറയും ഇല്ലേ? സാൻഡി സോയിൽ. അപ്പം വി ക്യാൻ സീ ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇൻ സീ ഷോർ. അപ്പം നമ്മൾ കടൽ തീരങ്ങളിലൊക്കെ ചെല്ലുമ്പോഴുള്ള മണലും നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള മണലും സെയിം ആണോ? അല്ല അല്ലേ? അപ്പോൾ അവിടുത്തെ മണൽ അതാണ് സാൻഡി സോയിൽ എന്നറിയപ്പെടുന്നത്. ഡെസേർട്ട് സാൻഡ് ആൻഡ് സീ ഷോർ സാൻഡ് ഇതെല്ലാം എന്താണ്? സാൻഡി സോയിലാണ്. അതായത് ഇറ്റ് ഈസ് ബിഗ് ഇൻ സൈസ്. സാധാരണ ഈ ടൈപ്പ് ഓഫ് സോയിൽ ഇറ്റ് ഈസ് ബിഗ് ഇൻ സൈസ്. അപ്പോൾ അതിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി ആണെന്ത്? ഇറ്റ് ഈസ് ബിഗ് എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി ബിഗ് ആണെന്നല്ല, മണലിൽ തന്നെ ഒരിച്ചിരി ബിഗ്. മനസ്സിലായോ? അപ്പം നമുക്കതിനെ എടുത്താൽ തന്നെ നമുക്കത് ഓരോന്നായിട്ട് നമ്മളെ കയ്യിൽ പറ്റും. അങ്ങനെയാണ് സാൻഡി സോയിൽ. ഓക്കെ, ഇറ്റ് ഹാസ് ബിഗ് സാൻഡ് പാർട്ടിക്കിൾസ് വിത്ത് ലോഡ്സ് ഓഫ് എയർ സ്പേസസ് വിതിൻ. അപ്പോൾ എന്താണ്? അപ്പോൾ മണലുകളിൽ തമ്മിൽ എന്താണ്? എയർ സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുറച്ച് മണലെടുക്കുക. അതായത് നമ്മളെപ്പോഴും ബീച്ചിലൊക്കെ പോണവരാണ്. അപ്പോൾ കുറച്ച് മണലെടുത്ത് നമുക്കൊന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു മണൽ മറ്റൊരു മണലിനോട് ഒട്ടുന്നില്ല. അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായതുകൊണ്ട് എന്താണ്? അവിടെയുള്ള വാട്ടറിനെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് എളുപ്പമാണ് അല്ലേ? ഇറ്റ് ഹാസ് ബിഗ് sand particles with loads of air spaces. Big sandy particles, the loads of air spaces. അപ്പോൾ സാൻഡി സോയിലിൻ്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ് ദ ബിഗ് സാൻഡി പാർട്ടിക്കിൾസ് വിത്ത് ലോഡ്സ് ഓഫ് എയർ സ്പേസസ് വിത്തിൻ. ഡ്യൂ ടു ലാർജ് എയർ സ്പേസസ് വാട്ടർ ഈസിലി പാസ്ഡ് ത്രൂ സാൻഡ്. വെള്ളം എന്ത് ചെയ്യുന്നു? വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നത്. വെള്ളം ഈസി ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനും അതുപോലെ താഴോട്ട് പോകാനും. അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളവും അവിടെ തങ്ങി നിൽക്കുന്നില്ല അല്ലേ? So sandy soil does not contain much moisture and it is very dry. എന്താണ്? Does not contain moisture. ഈർപ്പം വളരെ കുറവായിരിക്കും. and it is very dry. അല്ലേ? എന്താണ് ഇതിൻ്റെ? ഇറ്റ് ഈസ് ബിഗ് സാൻഡി പാർട്ടിക്കിൾസ്. ഇറ്റ് ഹാസ് ബിഗ് സാൻഡി പാർട്ടിക്കിൾസ് വിത്ത് ലോഡ്സ് ഓഫ് എയർ സ്പേസസ് ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ മോയ്സ്ചർ. ഈർപ്പരഹിതമായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡ്രൈ. ഓക്കെ, സാൻഡി സോയിൽ ഫൗണ്ട് മെയിൻലി ഇൻ ഡെസേർട്ട് ആൻഡ് ഓൺ സീഷോർ. മെയിൻലി ഇറ്റ് ഫൗണ്ട് ഇൻ ഡെസേർട്ടിലും സീഷോറിലും ആയിരിക്കും കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമെൻറ്റ് ആൻഡ് ഗ്ലാസ്. സാൻഡി സോയിൽ വെച്ചാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നത്? സിമെൻറ്റ് മേക്കിങ്ങിനും പിന്നെന്താണ്? ഗ്ലാസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ സാൻഡി സോയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാൻഡി സോയിൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇറ്റ് ഹാസ് ബിഗ് സാൻഡി പാർട്ടിക്കിൾസ് വിത്ത് ലോഡ്സ് ഓഫ് എയർ ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ മോയ്സ്ചർ ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡ്രൈ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സീഷോർ ആൻഡ് ഡെസേർട്ട്.
ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമെൻറ്റ് ആൻഡ് ഗ്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റും കൂടി റീഡ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് റീഡ് ചെയ്ത് നോക്കണം, മിസ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ സാൻഡി സോയിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് സാൻഡി സോയിൽ. സാൻഡി സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇറ്റ് contain big sandy particles and lots of air space in it, and does not contain moisture illa, and it is very dry. Then it is used for making cement and glass, and it found in desert and seashore. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ക്ലേ സോയിൽ. എന്താണ്? clay soil. എല്ലാവരും ടെക്സ്റ്റിൽ നോക്കുക, അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്ലേ സോയിൽ വെച്ചുണ്ടാക്കുന്ന എന്താണ് ഉപകരണങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് വിത്ത് ടൈനി എയർ സ്പേസസ് വിത്തിൻ. അപ്പോൾ എന്താണ്? ഇറ്റ് ഹാസ് വെരി ഫൈൻ പാർട്ടിക്കിൾ. അപ്പോൾ സാൻഡി സോയിലിൽ നമ്മൾ പഠിച്ചപ്പോൾ ബിഗ് പാർട്ടിക്കിൾസ് ആയിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിലോ നമുക്ക് കാണാൻ പോലും പറ്റാത്ത ടൈനി പാർട്ടിക്കിൾസ് ആണ്. ഇറ്റ് ഹാസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് വിത്ത് ടൈനി എയർ സ്പേസസ് വിത്തിൻ. സോ ക്ലേ സോയിൽ ക്യാൻ ഹോൾഡ് വാട്ടർ വിത്ത് ഈസ്. അപ്പോൾ എന്താണ്? പാർട്ടിക്കിൾസ് വളരെ എന്താണ്? ഫൈൻ പാർട്ടിക്കിൾസ് ആണ്, നല്ല പൊടിയാണ്. അതുകൊണ്ട് എന്താണ്? വാട്ടർ കണ്ടൻറ്റും കൂടുതലായിരിക്കും അല്ലേ. സോ ക്ലേ സോയിൽ ക്യാൻ ഹോൾഡ് വാട്ടർ വിത്ത് ഈസ്. ഇറ്റ് ഈസ് ഓൾസോ വെരി സ്റ്റിക്കി. അതല്ല ഒട്ടുന്ന ടൈപ്പ് മണ്ണാണിത്. ഓക്കെ, ക്ലേ സോയിൽ ഈസ് ഫൗണ്ട് മെയിൻലി നിയർ റിവർ ബെഡ്സ്. നദീതീരങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. അതായത് ചെളിമണ്ണ് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ്, ദെൻ ടൈൽസ്, എർത്തൻ പോട്ട്സ് ആൻഡ് ടോയ്സ്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ് നമ്മൾ കട്ടകളില്ലേ, ചുടുകട്ട, ബ്രിക്സ്, ദെൻ ടൈൽസ്, നെക്സ്റ്റ് എർത്തൻ പോട്ട്സ്, ആൻഡ് ടോയ്സ്. ക്ലേ സോയിൽ വെച്ച് മെയിനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഹാസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് ടൈനി എയർ സ്പേസസ് ഇൻ ഇറ്റ്. ദെൻ ക്ലേ സോയിൽ ക്യാൻ ഹോൾഡ് വാട്ടർ വിത്ത് ഈസ്. വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. ഇറ്റ് ഈസ് വെരി സ്റ്റിക്കിയാണ്. ദെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ റിവർ ബെഡ്സ്. നദീതീരങ്ങളിൽ കാണുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ്, ടൈൽസ്, എർത്തൻ പോട്ട്സ് ആൻഡ് ടോയ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായാലോ എന്താണ് ക്ലേ സോയിൽ? മനസ്സിലായി. നെക്സ്റ്റ് വൺ ലോമി സോയിൽ. തേർഡ് വൺ ഈസ് ലോമി സോയിൽ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, ക്ലേ ആൻഡ് എ ലോട്ട് ഓഫ് ഹ്യൂമസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്? ലോമി സോയിലിൽ സാൻഡ്, ക്ലേ ആൻഡ് എ ലോട്ട് ഓഫ് ഹ്യൂമസ്. ഇറ്റ് ക്യാൻ ഹോൾഡ് ബോത്ത് എയർ ആൻഡ് വാട്ടർ. സോ ഇറ്റ് ഈസ് ഫെർട്ടൈൽ ആൻഡ് ഗുഡ് ഫോർ പ്ലാന്റ്സ്. അപ്പോൾ ഈ മണലാണ് എന്താണ് കൂടുതൽ? ഇറ്റ് ഈസ് വെരി ഫെർട്ടൈൽ, അതായത് വളക്കൂറുള്ള മണ്ണാണ്. ലോമി സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഫാംസ് ആൻഡ് ഇൻ ഏരിയസ് ദാറ്റ് ആർ ഗ്രീൻ. അതായത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത്? ലോമി സോയിൽ. ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ഫീൽഡ്. അതായത് നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന മണ്ണാണ് എന്ത്? ലോമി സോയിൽ എന്നറിയപ്പെടുന്ന ഈ മണ്ണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഗ്രോയിങ് വേരിയസ് ക്രോപ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ എന്താണ് ലോമി സോയിൽ? എന്തൊക്കെയാണ് ലോമി സോയിൽ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, ക്ലേ ആൻഡ് ഹ്യൂമസ്. അപ്പോൾ എല്ലാം അത്യാവശ്യത്തിന് അടങ്ങിയ മണ്ണാണ്. അതായത് സാൻഡും ആണ്, എന്താണ് ക്ലേയും ഉണ്ട്, ഹ്യൂമസും ഉണ്ട് അല്ലേ. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്കേയ്ഡ് പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ മിക്സ്ചറാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഹോൾഡ് ബോത്ത് എയർ ആൻഡ് വാട്ടർ. അപ്പോൾ എയറും ഉണ്ട് വാട്ടറും ഉണ്ട്, എല്ലാം തുല്യമായിട്ട് അടങ്ങിയ മണ്ണാണ് എന്ത്? ലോമി സോയിൽ. So it is fertile good for plants. It is fertile and good for plants. അപ്പോൾ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത്? ലോമി സോയിൽ. ലോമി സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഫാംസ് ആൻഡ് ഇൻ ഏരിയാസ് ദാറ്റ് ആർ ഗ്രീൻ. അപ്പോൾ എന്താണ്?
ഫാംസിലും ഗ്രീൻ ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന മണ്ണാണ് എന്ത് ലോമി സോയിൽ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഗ്രോയിങ് വേരിയസ് ക്രോപ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത് ലോമി സോയിൽ. അപ്പോൾ ഹൗ മെനി ടൈപ്സ് ഓഫ് സോയിൽ ആർ ദെയർ? ദെയർ ആർ മെയിൻലി 3 types of soil. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് സാൻഡി സോയിൽ. അപ്പോൾ അതിൻ്റെ പെക്യുലാരിറ്റി നമ്മൾ പഠിച്ചു. അതെവിടെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്? സീഷോർ ആൻഡ് ഡെസേർട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ക്ലേ സോയിൽ പഠിച്ചു. അതെവിടെയാണ് കാണപ്പെടുന്നത്? റിവർ ബെഡിലാണ് കാണപ്പെടുന്നത്. തേർഡ് വൺ നമ്മൾ പഠിച്ചത് ഏതാണ്? ലോമി സോയിൽ. ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ഫാംസ് ആൻഡ് ഇൻ ഏരിയാസ് ദാറ്റ് ആർ ഗ്രീൻ. ഓക്കെ. അപ്പം സാൻഡി സോയിലിന് എന്തൊക്കെയാണ്? സാൻഡി സോയിൽ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ മേക്കിംഗ് സിമെൻറ്റ് ആൻഡ് ഗ്ലാസ്. ഓക്കെ. നെക്സ്റ്റ് ക്ലേ സോയിൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ്, എർത്തൻ പോട്ട്സ്, ടോയ്സ് ആൻഡ് ടൈൽസ്. അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലേ സോയിൽ. ദെൻ ലോമി സോയിൽ ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? ഗ്രോയിങ് ക്രോപ്സ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ. ഇനി നമുക്കൊരു സ്മോൾ പോർഷനും കൂടി ഉണ്ട്, അതും കൂടി മിസ് അങ്ങ് പറഞ്ഞുതരാം. ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. ഓക്കെ. സോയിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോയിൽ എന്താണ്? പ്ലാന്റ്സിനും ആനിമൽസിനും സോയിൽ അത്യാവശ്യമാണ് അല്ലേ? പ്ലാന്റ്സ് നീഡ് സോയിൽ ഫോർ സപ്പോർട്ട് ആൻഡ് ഗ്രോത്ത്. പ്ലാന്റ്സിന് എന്തിനു വേണ്ടിയിട്ടാണ് സോയിൽ ആവശ്യമുള്ളത്? അവരുടെ വളർച്ചയ്ക്ക്, അവർക്ക് സപ്പോർട്ടിനും അവരുടെ വളർച്ചയ്ക്ക് അവർക്ക് സപ്പോർട്ട് വേണം. മണലില്ലെങ്കിൽ നമ്മൾ ഒരു ചെടി കൊണ്ട് നട്ടു, അപ്പോൾ അവിടെ മണലില്ലെങ്കിൽ ആ ചെടി അവിടെ വളരുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഒരു ചെടി അവിടെ നിൽക്കുന്നു, അവിടുത്തെ മണ്ണൊലിച്ചു പോയാൽ തന്നെയും ആ ചെടി മറിഞ്ഞു വീഴും അല്ലേ? നമുക്കറിയാം. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിന് സോയിൽ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സപ്പോർട്ട് ആൻഡ് ഗ്രോത്ത്. ദെയർ റൂട്ട്സ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ. അപ്പോൾ അവരുടെ റൂട്ട് അവർക്ക് ആവശ്യമായ വെള്ളവും ലവണങ്ങളും ഒക്കെ എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? സോയിലിൽ നിന്നാണ് അവർ വലിച്ചെടുക്കുന്നത്. പീപ്പിൾ ഗ്രോ ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. ലോമി സോയിൽ ഈസ് യൂസ്ഡ് ഇൻ ഗാർഡൻസ് ആൻഡ് ഫാംസ് ടു ഗ്രോ ക്രോപ്സ്. അപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ഏത് തരം മണലാണ് നമുക്ക് കൂടുതൽ അനുയോജ്യം? അതായത് for growing crops and vegetables. Which type of soil? Loamy soil. Soil is also used for building houses. അതായത് നമ്മൾ താമസിക്കുന്ന വീടുകൾ, ആ വീടുകൾ നിർമ്മിക്കുന്നത് എന്താണ്? മണൽ വെച്ചിട്ടാണ് ആ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? മണലും ഒരാവശ്യ ഘടകമാണ്. സോയിൽ ഓൾസോ ഹെൽപ്പ് us സ്റ്റോർ വാട്ടർ അണ്ടർ ദ ഗ്രൗണ്ട്. അപ്പോൾ വെള്ളം മണ്ണിനടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? സോയിൽ വേണം. സച്ച് ഗ്രൗണ്ട് വാട്ടർ ഈസ് യൂസ്ഡ് ബൈ ആസ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഇറിഗേഷൻ ഇല്ലേ? വെൽസ് ആർ ഡഗ് ടു റീച്ച് ഗ്രൗണ്ട് വാട്ടർ. അപ്പം നമുക്ക് കിണർ കുഴിക്കുന്നു. കിണർ നമ്മളെ വീടുകളിലെല്ലാം എന്തുണ്ട്? കിണറുകളുണ്ട്. അപ്പോൾ ഈ കിണർ എന്താണ്? മണ്ണ് കുഴിച്ചല്ലേ നമ്മൾ കിണർ നിർമ്മിക്കും, നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പം സോയിൽ നമുക്ക് വെള്ളത്തിനായാലും നമ്മുടെ വീട് നിർമ്മിക്കാനായാലും എന്തിനും നമുക്ക് എന്ത് വേണം? ചെടികൾ നടാനായാലും നമുക്ക് എന്ത് വേണം? സോയിൽ വേണം. സോയിൽ ഈസ് ഹോം ടു മെനി ആനിമൽസ് ആൻഡ് ഇൻസെക്റ്റ്. അപ്പം നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്ലാന്റ്സിനെയും ഹ്യൂമൻ ബീങ്സിനെയും കാര്യം പറഞ്ഞു. അതുപോലെ സോയിലിനകത്ത് എന്തുണ്ട്? മെനി ആനിമൽസ് ആർ ദെയർ ഇൻ സോയിൽ. ദേ ഡിഗ് ബറോസ് ആൻഡ് ഹോൾസ് ടു ലീവ് ഇൻ ദ സോയിൽ. അവരെന്ത് ചെയ്യുന്നു? ഹോൾസും ബറോസും ഒക്കെ മണ്ണിൽ തന്നെ നിർമ്മിച്ച് അവരവിടെ ജീവിക്കുന്നു. ഫോർ എക്സാമ്പിൾ എർത്ത് വേം, റാബിറ്റ്സ്, റാറ്റ്സ്, ബീറ്റിൽസ്, ആൻസ് ആൻഡ് സ്നെയിൽസ് ആർ എ ഫ്യൂ എക്സാമ്പിൾ. അപ്പം നമുക്കറിയാം, നമ്മൾ കുറച്ച് മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി നോക്കുമ്പോൾ എത്ര തരം ജീവികളാണ് അതിനുള്ളത്? ഉറുമ്പ്, പിന്നെന്താണ്? എർത്ത് വേം, റാബിറ്റ് മണ്ണിൽ മാളമുണ്ടാക്കി ജീവിക്കുന്ന, ആൻസ് അല്ലേ? അപ്പോൾ ഒരുപാട് ജീവികളുടെ എന്താണ്? ഹോമാണെന്ത്? സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സോയിൽ സ്റ്റോറി എന്ന ചാപ്റ്റർ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് നോട്ട്സ് തരുന്നത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് we can see in the next class. Assalamu alaikum warahmatullahi wabarakatuh.